ശ്ലോക 32. ശിവശക്തി കാമക്ഷിതിരതരവിശീതകിരണഃ സ്മരോഹം സശക്രത്തദനുജ പരമാരഹരയഃ അമിഹൃല്ലേഖാഭിസ്തിസൃഭിരവസാനേഷു കടിതാഃ ഭജന്തേ വർണ്ണാസ്തേ തവ ജനനി നാമാവയവതാം. ശിവ ശിവശബ്ദത്താൽ കുറിക്കപ്പെടുന്ന കകാരം. ശക്തിഹി ശക്തിയാൽ ധ്യാനിക്കപ്പെടുന്ന ഏകാരം. കാമ കാമശബ്ദത്താൽ ലക്ഷിതമായ ഈകാരം. ക്ഷിതി ക്ഷിതി ശബ്ദത്താൽ സൂചിതമായ ലകാരം. അധ അനന്തരം. രവി ആദിത്യ ശബ്ദത്തിൽ സ്ഫുരിക്കുന്ന ഹകാരം. ശീതകിരണ ചന്ദ്രനാൽ ലക്ഷിതമാവുന്ന സകാരം. സ്മര ഹംസ ശക്ര സ്മര ഹംസ ഇന്ദ്ര ശബ്ദങ്ങളാൽ കുറിക്കപ്പെടുന്ന ലകാര ഹകാര ലകാരങ്ങൾ. തദനുജ അതിനുശേഷമുള്ള. പരമായ ഹരഹ പാര പരാമാര ഹരി എന്നീ ശബ്ദങ്ങളാൽ സൂചിതമാകുന്ന സകാര കകാര ലകാരങ്ങൾ. അമി എന്നിങ്ങനെയുള്ള. ഹൃല്ലേഖാദി ഹ്രീകാരങ്ങൾ. ത്രിസൃഭി മൂന്ന്. അവസാനേഷു കടിതാഹ ഒടുവിൽ കടിപ്പിക്കപ്പെട്ടവയായി. വർണ്ണാത്തെ ആ വർണ്ണങ്ങൾ. തവ ഭവതിയുടെ. ജനനി അംബിക. ശിവശക്തി കാമക്ഷിതിരതരവിശീതകിരണഃ സ്മരോഹം സശക്രത്തദനു ച പരമാരഹരയഃ അമിഹൃല്ലേഖാഭിത്തിസൃഭിരവസാനേഷു കടിതാഃ ഭജന്തേ വർണ്ണാസ്തേ തവ ജനനി നാമാവയവതാം. നാമാവയവതാം ഭജന്തേ പേരിന്റെ അംഗങ്ങളായി തീരുന്നു ജനനി. ശിവ ശക്തി കാമ ക്ഷിതി ശബ്ദങ്ങളാൽ ഫലക്ഷിതങ്ങളായ കകാരാദി 4 വർണ്ണങ്ങളും. സൂര്യ ചന്ദ്ര കാമ ഹംസ ഇന്ദ്ര ശബ്ദങ്ങളാൽ ലക്ഷിതങ്ങളായ ഹകാരാദി 5 വർണ്ണങ്ങളും. പര മാര ഹരി എന്നിവയാൽ സൂചിപ്പിക്കപ്പെടുന്ന സകാരാദി 3 വർണ്ണങ്ങളും. 3 ഹ്രീങ്കാരങ്ങളാൽ അവയവയുടെ അവസാനത്തിൽ യോജിപ്പിക്കപ്പെട്ടവയായിട്ട് ഭവതിയുടെ നാമമായി തീരുന്നു. ശിവശക്തി കാമക്ഷിതിരതരവിശീതകിരണഃ സ്മരോഹം സശക്രത്തദനുജ പരമാരഹരയഃ അമിഹൃല്ലേഖാഭിത്തിസൃഭിരവസാനേഷു കടിതാഃ ഭജന്തേ വർണ്ണാസ്തേ തവ ജനനി നാമാവയവതാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ.